എല്ലാവർക്കും ഒരു പ്ലോട്ട് വെറൈറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വി ആർ ഓൾ ട്രൈങ് ഹിയറിന്റെ എപ്പിസോഡ് 5 ആണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗ്യോങ്സെ ഓടിക്കേറി അകത്ത് കയറാണ്. ഈ അടി മിറാനും ഗ്യോങ്സയുടെ വൈഫൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പോലീസ് വന്ന് ഇവരെ കൊണ്ടുപോയതിനു ശേഷം മിറാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മിറാൻ ദൊങ്മാൻ പറഞ്ഞത് ആലോചിച്ചിട്ട് സ്വയം പറയാണ്, നിന്റെ സ്ക്രീൻ പ്ലേ അങ്ങനെ എഴുതടാ. ഇത് കേട്ട് ഗ്യോങ്സെ അവളെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് യൂന വരികയാണ്. യൂന ചോദിക്കാണ്, ബാക്കിയുള്ളവരൊക്കെ എവിടെ? അത് പോലീസ് വന്ന് എന്താ നടന്നതെന്നൊന്നും അറിയാൻ വയ്യ. എന്നിട്ട് യൂന പൈസ കൊടുത്തിട്ട് പറയാണ്, ഇതാ ഗ്ലാസിന്റെ, ഇത് തികയോന്ന് അറിയാൻ വയ്യ. ഇത് കേട്ട് ഗ്യോങ്സെ അവളെ വിളിക്കുകയാണ്, നീയാണ് ആ ഗ്ലാസ് പൊട്ടിച്ചത്? അതെ. എന്തിന്? ബോറടിച്ച്. ബോറോ? അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. നെക്സ്റ്റ് സീനിൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ പോലീസ് ദൊങ്മാനോട് ചോദിക്കുകയാണ്, ജോലി എന്താ? ദൊങ്മാൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ യൂന ഓടി വന്നിട്ട് പറയാണ്, അവനൊരു ഫിലിം ഡയറക്ടർ, ഞാൻ അവന്റെ പ്രൊഡ്യൂസറും. ദൊങ്മാൻ അവളെ ഇങ്ങനെ നോക്കാണ്. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ദൊങ്മാന് വിശ്വസിക്കാൻ വയ്യാതെ ആള് ബോധം കെട്ട് തറയെ വീഴാണ്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാനെ ആശുപത്രിയിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരികയാണ് വീൽ ചെയറിൽ. അപ്പൊ ഗ്യോങ്സയുടെ വൈഫിനെ വിളിച്ച് ഫ്രണ്ട് പറയുന്നുണ്ട്, ഇവനെ അവരെ അഡ്മിറ്റ് ചെയ്തില്ല. അതെങ്ങനെയാ? ഇവന് വയ്യെന്ന് ഇവൻ കാണിക്കണ്ടേ? ഞാൻ പറഞ്ഞു ഇവന് ഫുൾ അടിച്ചൊരു പരുവാക്കി വെച്ചേക്കുവാന്ന്. ആ നേഴ്സ് ചോദിച്ച ചോദ്യത്തിന് എല്ലാം ഇവനങ്ങ് ഉത്തരം പറയുക. നെക്സ്റ്റ് സീനിൽ ഇവർ കാറിലിരിക്കുമ്പോൾ കണ്ണാടി ചോദിക്കുന്നുണ്ട്, നിനക്ക് വയ്യാന്ന് നീ കാണിക്കാത്ത എന്താ? അതൊന്നും നാണക്കേടാ. നിനക്ക് വയ്യാന്നറിഞ്ഞാലല്ലേ അവരെ അഡ്മിറ്റ് ചെയ്യത്തോളൂ. അപ്പൊ ആശുപത്രിയിലെ സീൻ കാണിക്കാണ്. നേഴ്സ് പേര് ചോദിക്കുമ്പോ ആളിങ്ങനെ മിണ്ടാതിരിക്കാണ്. അപ്പൊ ഫ്രണ്ടും കണ്ണാടി കൂടെ ഇവനിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും പേര് ചോദിക്കാണ്. ആളൊന്നും മിണ്ടുന്നില്ല. കൈ വെച്ച് 2 കാണിച്ചിട്ട് ചോദിക്കാണ്, ഇത് ഏത് നമ്പറാ? അപ്പൊ പ്രസന്റ് കാണിക്കാണ്. അതെങ്ങനെ എനിക്ക് 2 തെറ്റിച്ച് പറയാൻ പറ്റുന്നേ? എന്തായാലും നമുക്ക് അവനെ വീട്ടിൽ കൊണ്ടുപോവാം. അപ്പൊ ആൾക്ക് ഛർദ്ദിക്കാൻ മുട്ടി ആളെ റോഡിന്റെ സൈഡിൽ ഛർദ്ദിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ മഞ്ഞ് ചെയ്യുമ്പോ ആള് മഞ്ഞ് നോക്കി ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ ആളവിടെ നിന്ന് എണീക്കുമ്പോഴാണ് ആ ഇന്ന് കിട്ടിയ ചില്ലറ ആ ഹോളി വീഴും. അങ്ങനെ ആള് കമ്പുണ്ട് ആ ചില്ലറ എടുക്കാൻ നോക്കുകയാണ്. അപ്പൊ ജുൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം, നീ ബാ, നീ ടോർച്ചും കൊണ്ട് അടിച്ച്. അങ്ങനെ ആള് ചില്ലറ എടുക്കാൻ നോക്കുകയാണ്. ഇത് ഫ്രണ്ട് വിളിച്ച് വൈഫിനോട് പറയുന്നുണ്ട്, അവനൊരു കുഴപ്പമില്ലെന്നാ തോന്നുന്നത്, ആ ഒരു വേദനയില്ല. അവൻ അവിടെ കിടക്കുന്ന ചില്ലറ ഉറക്കാൻ നോക്കുക. എവിടെ കിടക്കുന്ന? അവനിപ്പോ ഛർദ്ദിച്ചിട്ട് ആ ഹോളിന്ന്. നെക്സ്റ്റ് സീനിൽ ആള് കാറിൽ ആ ചില്ലറയും കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആള് കഫേയുടെ മുമ്പിൽ വന്നിട്ട് ഗ്യോങ്സെ വിളിക്കുകയാണ്, ഗ്യോങ്സെ ഇങ്ങ് ഇറങ്ങി വന്നേ. അങ്ങനെ ഗ്യോങ്സെ ഇറങ്ങി വരികയാണ്. നേരത്തെ പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർത്തില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞായിരുന്നെങ്കിലേ. എന്തായാലും ഞാൻ കാര്യത്തിലോട്ട് വരാം. 8th ക്ലബ്ബാ, അത് വിട്ടേരെ. ഇനി ഞാൻ അതിലില്ല. അതൊക്കെ നല്ല തിളക്കമുള്ള ആൾക്കാർക്കുള്ളതാ. സോറി, ഇത്രയും നാളും ചുറ്റിപ്പറ്റി നിങ്ങളുടെ കൂടെ നിന്നേനെ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്കെന്താ എൻ്റെ അടുത്ത് ഇത്ര ദേഷ്യം? നീ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ അല്ലല്ലോ. അത് നീ എന്നെ ആദ്യം വെറുത്തോണ്ട. അപ്പൊ ഗ്യോങ്സെ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ആളവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആള് ഗ്രൂപ്പ് ലൈക്കാണ്. ഇത്രയും നാളും ചുറ്റിപ്പറ്റി നിന്നതിന് സോറി, ഞാൻ ഇനി 8th ക്ലബ്ബിലില്ല എന്ന് പറഞ്ഞ ആള് ഗ്രൂപ്പ് ലീവ് ചെയ്യാണ്. ഗ്യോങ്സെ വീണ്ടും കയറ്റുമ്പോൾ അവൻ വീണ്ടും ഇറങ്ങുവാണ്. എല്ലാവരും ദൊങ്മാൻ ലെഫ്റ്റ് ആയത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഗ്യോങ്സെ കരച്ചിൽ പിടിച്ചിർത്തിയിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ നടന്നു വരുമ്പോൾ ഓപ്പോസിറ്റ് യൂന നിൽക്കുന്നു. ആളുടെ വാച്ച് മറച്ചു വെക്കാണ്. അത് റെഡ് ലൈറ്റാണ് കത്തുന്നത്. അങ്ങനെ ട്രാക്ക് ഓപ്പൺ ആവുന്നു. രണ്ടുപേരും കൂടെ അടുത്തോട്ട് നടക്കുകയാണ്. എന്നിട്ട് ദൊങ്മാൻ നടന്നു പോകുമ്പോൾ യൂന അവന്റെ പുറകെ നടക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കഫേലിരിക്കുകയാണ്. എന്നിട്ട് ആള് പറയാണ്, ഞാൻ ജയിക്കുന്നത് അവർ കണ്ടില്ലെങ്കിൽ ഞാൻ തോക്കുന്നത് അവർ കാണും. ഞാൻ ശരിക്കും തോറ്റ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയോ ചെയ്ത പോലെ ഉണ്ട്. അപ്പൊ യൂന ചിരിക്കുകയാണ്. ഇത്ര നാളും ഒറ്റയ്ക്ക് നല്ല പാടായിരുന്നാണ്. കൂടെ ഒരാളുള്ളതാ നല്ലത്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ കാണും, നിന്നെ നോക്കും. അപ്പൊ ദൊങ്മാൻ ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. അപ്പൊ ആളുടെ വാച്ച് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ആളത് മറച്ചു വെക്കാണ്. നീ എന്തിനാ അതെപ്പോഴും ഇങ്ങനെ മറച്ചു വെക്കുന്നത്? അത് ഈ വാച്ച് ചില സമയം അങ്ങനെ എനിക്ക് ചിലപ്പോൾ നല്ലതായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ഉറപ്പ് അത് നല്ലതാണ്. പക്ഷേ ഇതിൽ റെഡ് ആയിരിക്കും കത്തുന്നത്. നേരത്തെ മഞ്ഞു ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിയിലാണ് ഫീൽ ചെയ്തത്. പക്ഷേ അതിൽ റെഡ് ആകത്തിയ. അപ്പൊ അതിൽ കാണിച്ചത് ലോൺലിന്ന്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും തോന്നിയാലോ ഇതിൽ റെഡ് കത്തിയ. അതുകൊണ്ടാണ് ഞാൻ മറച്ചു വെക്കുന്നത്. ഇത് മാർക്കറ്റിലെത്തിയ എല്ലാ റിലേഷൻഷിപ്പും പൊളിയും. അവര് സ്നേഹത്തിലാന്നൊക്കെ പറയും, പക്ഷെ സ്നേഹം വരൂല. ഇതിൽ ലവ് കാണിക്കൂല. ലവ് ഒരു ഇമോഷൻ അല്ലല്ലോ, അതൊരു കോൺസെപ്റ്റ് അല്ലേ. അപ്പൊ ഇതിൽ ലവ് കാണിക്കൂലല്ലേ. എല്ലാരും ലവിനെ കുറിച്ച് പറയും. എല്ലാവർക്കും പല ഡെഫിനിഷന്. എനിക്ക് ഇതുവരെ അതെന്താന്ന് അറിഞ്ഞൂടാ. ഇനി എന്തായാലും ഇത് ലവ് കാണിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇതിനെ ഒന്നും കൂടെ വിശ്വസിക്കാം. ഞാൻ പേടിച്ചിരുന്നു നിന്റെ കൂടെ ഇരിക്കുമ്പോ ലവ് വല്ലോ വന്നാലും ഇതില്. ഇപ്പൊ യൂനി ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്, പെട്ടെന്ന് വാച്ചിന് എന്തെങ്കിലുമൊക്കെ അപ്പൊ പെട്ടെന്ന് സംഭവിച്ച് നമുക്ക് ചില സെക്കൻഡ് ഒക്കെ ഒരാളത്ത് ലവ് തോന്നൂലേ. അങ്ങനെ എന്തായാലും അത് ലവ് ഇല്ല എന്ന് പറഞ്ഞ് ആള് കഴിക്കുകയാണ്. നെക്സ്റ്റ് സീനില് രണ്ടുപേരും കൂടെ നടക്കുകയാണ്. അതെ, നിനക്ക് ഞാൻ മെസ്സേജ് അയച്ചോട്ടെ? എപ്പോഴാണെങ്കിലും അയച്ചോട്ടെ. ശരിക്കും. നെക്സ്റ്റ് സീനിൽ ബ്രദറും ദൊങ്മാനും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പൊ ദൊങ്മാൻ പറയാണ്, ഞാൻ നിന്റെ അടുത്ത് എത്ര വെട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അടിക്കല്ലോ എന്ന്. അതെ, എനിക്ക് ബലമില്ലാത്തോണ്ടൊന്നുമല്ല ഞാൻ ഈ നിന്ന് അടി വാങ്ങുന്ന എന്ന് പറയുമ്പോൾ ബ്രദർ വെള്ളം എടുക്കാൻ വരികയാണ്. ആൾ അടിക്കാൻ വരുവാന്ന് പറഞ്ഞ് പേടിച്ച് പുറകിലോട്ട് പോവാണ്. നെക്സ്റ്റ് സീനിൽ ആ ആക്ടറിന്റെ അസിസ്റ്റന്റ് യൂനിയുടെ ഫോട്ടോയും യൂനിയുടെ ജോലിയൊക്കെ നോക്കുമ്പോൾ ചോയ് ഫിലിംസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആൾ എന്ത് ചെയ്യണോന്ന് അറിയാതിരിക്കുകയാണ്. എന്നിട്ട് ആള് ചോയ് ഫിലിംസിലോട്ട് വരുവാണ്. ലിഫ്റ്റിൽ യൂന കയറാൻ വരുമ്പോൾ യൂന പെട്ടെന്ന് അങ്ങ് മാറുകയാണ്. അപ്പൊ ചോയ് പറയാണ്, കേറ്, നീ ഇന്നലെ വീട്ടിൽ പോയില്ലേ?
പോയി. പിന്നെന്താ ഇന്നലെ ഇട്ട് അതേ ഉടുപ്പ് തന്നെ, ഇത് വേറെ ഉടുപ്പ്. അപ്പോ അസിസ്റ്റന്റ് അവളെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ആ കുട്ടിയെ കണ്ടുപിടിച്ചോ? ആ കണ്ടുപിടിച്ചു. പിന്നെന്താ അങ്ങനെ ഇരിക്കുന്നത്? എന്താ ആ കുട്ടിക്ക് വല്ല ദേഷ്യമുണ്ടോ? വേഗം പറ. ആ കുട്ടിക്ക് ദേഷ്യമൊന്നുമില്ല. നെക്സ്റ്റ് സീനില് യൂന ആ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇരുന്ന് വായിക്കാണ്. അപ്പോ അസിസ്റ്റന്റ് ഇറങ്ങി പോകുമ്പോ ചോയ് പറയുന്നുണ്ട്, കാല് പിടിച്ചിട്ടാണെങ്കിലും നീ ആ കുട്ടി അങ്ങോട്ട് കൊണ്ടുവരണം. ഇത് യൂന കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനില് ദൊങ്മാൻ സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അവിടെ കിടന്ന് ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് ജന്നെ വിളിച്ച് പറയുന്നുണ്ട്, അതെ ഞാൻ യൂനയ്ക്ക് അയച്ചു കൊടുത്തായിരുന്നു, യൂന ഒരുപാട് റിവൈസ് ചെയ്യാൻ തന്നു, അവള് പറഞ്ഞതെല്ലാം ശരിയാ, അവളെന്ത് പൊളിയല്ലേ, നീ കരയുന്ന നിർത്തിയിട്ടിങ്ങ് വാ, ഞാൻ നിനക്ക് ബാർബിക്യൂ വാങ്ങിച്ചു തരാം. നെക്സ്റ്റ് സീനില് ജണ്ണും ദൊങ്മാനും കൂടി ഇരിക്കുകയാണ്. അപ്പൊ ജൺ പറയാണ്, ഞാൻ എന്റെ സ്ക്രീൻ പ്ലേ മിറാൻ അയച്ചു കൊടുത്തപ്പോ മിറാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ കഫേയിൽ വരാന് നിന്നെയും കൂട്ടി. മിറാൻ എന്നെ അറിയാവോ? അന്ന് ഗ്യോങ്സിയായിട്ട് വഴക്കൂടുന്നത് കണ്ടെന്നാ പറഞ്ഞേ. ഓ അവക്ക് എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞ ആള് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കാണ്. മിക്കവാറും അവക്കും ഗ്യോങ്സി എടുത്ത് എന്തെങ്കിലുമൊക്കെ ദേഷ്യം കാണും. ഞാനന്ന് പറയാൻ വെച്ചതൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ തീർന്നേനെ. ഇപ്പൊ ജൺ ചിരിക്കാണ്. എന്നിട്ട് ദൊങ്മാൻ ചോദിക്കാണ്, അപ്പം അവക്കില് മറ്റേ പ്രശ്നമൊന്നും കുഴപ്പമില്ലേ? ഏത് പ്രശ്നം? ആ യഥാർത്ഥ മോള്. അതെന്തിനാ മിറാൻ നോക്കുന്നത്? പിന്നെ അതൊന്നും സംസാരിക്കുമ്പോൾ എടുത്തിടല്ലേ, ഞാൻ എന്തിനാ എടുത്തിടണം? അപ്പോഴാണ് അങ്ങോട്ട് ജയ് കയറി വരുന്നത്. ജയ് വന്ന് ജണ്ണെ മീറ്റ് ചെയ്യാണ്. നിനക്ക് പെർമിഷനൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞു. ഇത് വെറും തുടക്കമല്ലേ? എന്നിട്ട് ജയ് ദൊങ്മാനോട് പറയാണ്, കുറെ നാളായല്ലോ കണ്ടിട്ട്. ഇവനെ കാണുമ്പോ തന്നെ ദൊങ്മാൻ അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പൊ ദൊങ്മാൻ പറയാണ്, കുറെ നാളായി, നീ എന്താ ഇങ്ങോട്ട് വരാൻ കാര്യം? ജൺ ചോദിക്കുകയാണ്. അതെനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് ഫോൺ കോൾ വന്ന് ആളങ്ങോട്ട് പോവാണ്. അങ്ങനെ ദൊങ്മാൻ ചോദിക്കുകയാണ്, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയാലോ? പക്ഷെ മിറാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്? അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുക. അവൻ എഴുതാൻ അറിഞ്ഞൂടെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. അവനെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് വരെ അവൻ എന്ത് വൃത്തിയായിട്ട് എഴുതുന്നതെന്ന് അറിയാവോ? അവൻ എഴുതുമ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ആണ് നോക്കുന്നത്. അതൊക്കെ ആര് നോക്കുന്നത്? നമ്മുടെ ഇമോഷൻ അല്ലേ അതിൽ വരണ്ടേ? ആൾക്കാർക്ക് എല്ലാം വട്ടായം തോന്നാം. ഇവന് വേണ്ടി 3 ബില്യൺ ചെലവഴിക്കുക. അത് യോങ്സയുടെ വൈഫ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ആളൊന്ന് സ്റ്റക്ക് ആവാണ്. എന്നിട്ട് പറയാണ്, അതിനെന്താ, ഞാൻ എന്തായാലും ഇനി 8 ക്ലബിൽ ആളല്ലല്ലോ. അപ്പൊ വീണ്ടും അവരുടെ ഓപ്പോസിറ്റ് വന്ന് ജയിക്കുകയാണ്. അപ്പൊ ജൻ ചോദിക്കുകയാണ്, എങ്ങനെയാ പ്രൊഡ്യൂസർമാരെയൊക്കെ കിട്ടി തുടങ്ങിയോ? വലുതായിട്ട് ആരും കിട്ടിയില്ല. എന്നാലും അവിടെ വലിയ കഴിവുള്ളതായിട്ട് ആകെ ജിൻ മാത്രമല്ലേ ഉള്ളൂ. നീ എന്താ പറയുന്നത്? യൂന ഉണ്ടല്ലോ, അതുമല്ല വേറെ കുറെ ആൾക്കാരും ഉണ്ട്. യൂനെ പ്രൊഡ്യൂസർ എന്ന് വിളിക്കാനൊന്നും അവളായിട്ടില്ല. നീ എന്തോ പറയുന്ന? അവളെ എത്ര സ്ക്രീൻ പ്ലേ രക്ഷിച്ചേക്കുന്നതെന്ന് അറിയാവോ? അതൊക്കെ ഇപ്പൊ വേസ്റ്റ് പോകണ്ടായിരുന്നു. അതാ എനിക്ക് ഇഷ്ടമല്ലാത്ത. അപ്പോൾ ദൊങ്മാൻ ഇത് കേട്ട് സ്റ്റക്ക് ആവുകയാണ്. എന്തോ അവൾ എടുക്കുന്ന എല്ലാ സ്ക്രീൻ പ്ലേയും അവളുടെ ലെവലിന് താഴെയുള്ളതായിരിക്കും. എന്നിട്ട് അവളത് നല്ലതാക്കാൻ നോക്കും. അങ്ങനെ പറയരുത്, അവൾക്ക് നല്ല കഴിവുള്ള കുട്ടിയാ. എന്തോ ഞാൻ അങ്ങനെ അത് കാണുന്നത്. ദൊങ്മാനെ, നീ എന്താ ഇപ്പൊ ഫിലിമൊന്നും ചെയ്യാത്തെ? എന്റെ ഇഷ്ടത്തിനാ ഞാൻ ചെയ്യാതിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങോട്ട് മിറാൻ വരികയാണ്. നെക്സ്റ്റ് സീനിൽ റോഡിൽ വെച്ച് യൂനയും ബ്രദറും കണ്ടുവിട്ടുകയാണ്. അപ്പൊ യൂന ചോദിക്കുകയാണ്, ഏത് പോയോ നല്ലതെന്ന് പറയാൻ പറ്റുന്ന? ഈ എക്സ്പേർട്സ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന പോയം മനസ്സിലാക്കാൻ ഭയങ്കര പാടാ. ഒരു പോയം കാണാതെ പഠിച്ചാലേ അത് നല്ലതായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ, വായിച്ചിട്ടൊന്നും മനസ്സിലാവൂല. നെക്സ്റ്റ് സീനിൽ 3 കൂടി ഇരുന്ന് ഡ്രിങ്ക് ചെയ്യാണ്. സത്യം പറയാലോ, എനിക്ക് ആ സ്ക്രീൻ പ്ലേ ഇഷ്ടപ്പെട്ടില്ല. അവൻ ആ സ്ക്രീൻ പ്ലേ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഞാൻ അവിടെ കിടന്ന് ചിരിക്കുമായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ട് ആ സീൻ? ഞാൻ എന്റെ സ്വന്തം കൈ തന്നെ മുറിക്കുന്ന സീൻ. അത് എത്ര വെട്ടം എടുത്തെന്നറിയാവോ? എന്നിട്ട് ആ സീൻ നമ്മളെ കാണിക്കുകയാണ്. കട്ട്, ഒന്നും കൂടെ നല്ല രീതിയിൽ ചെയ്യും. നീ വയലിൻ വാങ്ങിക്കി തണക്കുണ്ട്, ഒന്നും കൂടെ നല്ല രീതിയിൽ ചെയ്യും. അങ്ങനെ ആള് ചെയ്ത് ഇതൊരു പരുവാണ്. അവൻ പറഞ്ഞത് ഞാൻ ആ ക്യാരക്ടറിലോട്ട് ഇറങ്ങിയിട്ടില്ലെന്ന്. ഏതെങ്കിലും നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആള് സ്വന്തം കൈ മുറിച്ച് കളയുമോ? സൂര്യൻ വരുന്നവരെ ഞാനത് ചെയ്തു. ആ കൈ എനിക്ക് അനക്കാൻ വയ്യായിരുന്നു. എന്റെ തലയിൽ എനിക്ക് ആ കൈ ഇല്ലെന്നായിരുന്നു എന്റെ വിചാരം. നോക്ക്, ഇപ്പോഴും ആ കൈ സ്ട്രോങ് അല്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അത് പൊട്ടിപ്പോയി. അതിൽ ഓരോ സീൻ കാണുമ്പോൾ എനിക്ക് തന്നെ പിടിക്കുന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഞാൻ തന്നെ ഇനി ഒരെണ്ണം എഴുതും. എന്റെ ക്ലാസ്സിൽ വരാത്ത എന്താ? എനിക്ക് പഠിക്കണ്ട, എനിക്ക് തോന്നുന്നത് എഴുതണം എന്ന് പറഞ്ഞവർ ഡ്രിങ്ക് ചെയ്യാണ്. നിന്റെ സ്ക്രീൻ പ്ലേ അങ്ങനെ എഴുതടാ അത് പറഞ്ഞപ്പം എന്റെ കൈ അനങ്ങാൻ തുടങ്ങി. ഈ മരിച്ചാൾ എനിക്കത്തില്ലേ അതുപോലെ. ഗ്യോങ്സിയുടെ ഇരട്ടപ്പേര് എന്താണെന്നറിയാവോ? കൊതിയൻ. അവനെല്ലാം വേണമെന്നുണ്ട്, പക്ഷെ വല്ലോം ചെയ്യുവോ? അതും ഇല്ല. ആള് പറയാണ്, ദാ വീണ്ടും എന്റെ കൈ അനങ്ങുന്നു. അങ്ങനെ അവര് ഗ്യോങ്സി ഇരുന്ന് കുറ്റം പറഞ്ഞ് അവിടെ ഇരുന്ന് ഡാൻസും കളിച്ച് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ആ ആക്ടറിനെ അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത്. ആക്ടർ ചോദിക്കാണ്, എന്താ എന്തെങ്കിലും ബാഡ് ന്യൂസ് ഉണ്ടോ? അത് അവള് പേര് മാറ്റി ബിയൂനിന്ന് ബിയൂനാന്നാക്കി. യൂനയോ? അതെ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും അവൾ അടുത്ത. അവള് ചോയ് ഫിലിംസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ ഒന്ന് പോയി നോക്കിയായിരുന്നു, പക്ഷെ ആർക്കും അറിഞ്ഞൂടാ മാഡത്തിന്റെ മോളാണ്. ചോയ്ക്ക് അറിയായിരുന്നെങ്കിൽ ചോയ് ഒരിക്കലും ഇങ്ങനെ വേണ്ടാത്ത രീതി അവളുടെ അടുത്ത് പെരുമാറത്തില്ലായിരുന്നല്ലോ. അപ്പൊ ആളൊന്ന് അസിസ്റ്റന്റിനെ നോക്കുകയാണ്. അയാൾ അവളെ കോളേജിൽ പോലും വിട്ടില്ല. അത് അയാള് 2008 മരിച്ചുപോയി. ആളിപ്പോ ഗ്രാൻഡ് മേയുടെ കൂടെ. ഏത് ഗ്രാൻഡ്മ? അവളുടെ 2 ഗ്രാൻഡ്മ മരിച്ചു പോയല്ലോ. അയാളെ വീണ്ടും കല്യാണം കഴിച്ച് അയാളുടെ 2ാമത്തെ ഭാര്യയുടെ അമ്മയായിട്ട് ഇപ്പൊ താമസിക്കുന്നത്. അവര് കുറെ നാളുകൊണ്ടേ ഒന്നിച്ച. ആ ഭാര്യ വീണ്ടും കല്യാണം കഴിച്ച് പുറത്താ. ഇപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച്. റിപ്പോർട്ടേഴ്സ് അറിയുന്നതിന് മുമ്പേ അവളെ അങ്ങനത്തുള്ള സ്ഥലത്തുനിന്ന് മാറ്റണം. ഗ്രാൻഡ്മയായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തേം വേണം. ഞാൻ അവളെ വിളിച്ച് പറയാൻ പെട്ടെന്ന് മാറാൻ എന്ന് പറയുമ്പോൾ ആക്ടർ പറയാണ്, അവളെ വിളിക്കരുത്, ആരും അവളെ വിളിക്കണ്ട, ഞാൻ അവളെ വിളിച്ചോളാം. നെക്സ്റ്റ് സീനിൽ മിറാൻ പോവാണ്. അപ്പൊ മിറാൻ പറയുന്നുണ്ട്, നമുക്ക് ഇനിയും കാണണം. അങ്ങനെ അവർ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാണ്. എന്നിട്ട് ദൊങ്മാൻ ട്രെയിനിലിരിക്കുകയാണ്. അപ്പൊ ആൾ ഇമാജിൻ ചെയ്യാണ്, 46ാമത്തെ ബെസ്റ്റ് മൂവി അവാർഡ് നമ്മുടെ ഹോങ് ദൊങ്മാൻ ആണ് വെതർ മേക്കറിന്. ആള് പ്രൈസ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് ആളവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ആൾ ട്രെയിനിലും ഇതുപോലെ കാണിക്കുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ചോയും യൂനയും കൂടി ഇരിക്കുകയാണ്. ഞാൻ കേട്ടോ നീ ദൊങ്മാനുമായിട്ട് പേരപ്പ് ചെയ്യാൻ പോവാന്ന്. ഞാനാ നിനക്ക് പൈസ തരുന്നത്, എന്നിട്ട് നീ പുറത്തുനിന്ന് വർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പേരുടെ സ്ക്രീൻ പ്ലേ റിവ്യൂ ചെയ്യാൻ കിട്ടാറുണ്ട്.
അതൊന്നും പിന്നെ വർക്കല്ലേ. യൂന പറയുന്നത് കേക്ക്, നീ ബാക്കിയുള്ളവരുടെ വേസ്റ്റ് ഇങ്ങനെ എടുത്തോണ്ട് വരാതെ നീ ഇവിടെ എന്തോ ഹ്യൂമാനിറ്റി ഉണ്ടാക്കാൻ പോവാ? നമ്മള് നല്ല ഡയറക്ടേഴ്സിനെ മാത്രം നോക്കിയിരുന്ന ഈ വരാൻ പോകുന്ന ഡയറക്ടേഴ്സിനെ ആര് നോക്കും? ആരും നോക്കണ്ട, നമുക്ക് പൈസ മതി, പൈസ ഉള്ളവരെ മതി. അതുകൊണ്ട് ആൾക്കാരുടെ വേസ്റ്റിൽ പോയി തപ്പുന്നത് നിർത്ത്. നെക്സ്റ്റ് സീനിൽ യൂന നിൽക്കുമ്പോൾ ആക്ക് ജയുടെ മെസ്സേജ് വരികയാണ്, എനിക്ക് നിന്നെ ക്രെഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ ഡെവലപ്മെന്റ് പ്രൊഡ്യൂസർ ആക്കാം, അതേ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആളത് വായിച്ചിട്ട് വിടുകയാണ്. വീണ്ടും ജെ അയക്കാണ്, മതി എന്റേത് വായിച്ചിട്ട് പോയത്, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ സ്ഥലത്ത് വന്നത് മറിച്ചു വെക്കും. അപ്പോൾ യൂന ഫ്രണ്ടിനോട് പറയാണ്, എനിക്കും ഒരു മൂത്ത ബ്രദർ വേണം, ഒരു അടിപൊളി മൂത്ത ബ്രദർ. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ ഇങ്ങനെ കസേര ഇരിക്കുകയാണ്. അപ്പൊ ആളുടെ മനസ്സിൽ ആളുടെ അങ്കിള് പറഞ്ഞതാണ്, നിനക്ക് ഇതൊരു സിംഗറിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആൾ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ആളുടെ സ്ക്രീൻ പ്ലേ താഴോട്ട് പോകുന്നത്. അത് എടുക്കാൻ നേരത്താണ് ജയെ കുറിച്ച് ചീത്ത വിളിച്ച് എഴുതിയത് അവൻ കാണും. ആള് ജയുടെ ഗ്രാൻഡ് എടുത്ത് വായിക്കാണ്. അപ്പൊ അതിന് ഫുള്ള് 1000 വാതില്, മാസസ് ഓഫ് ഇമോഷൻ, നമ്മുടെ ജീവന പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ മൊത്തം. ആ ഷോക്കായി നിൽക്കാണെന്ന് വായിച്ച്. എന്നിട്ട് ആള് ജയെ വിളിക്കുന്നുണ്ട്, നീ ഇപ്പൊ വന്നില്ലെങ്കിൽ ഞാൻ നേരെ ഹേജി എടുത്തെന്ന് പറഞ്ഞു കൊടുക്കും. ക്യോങ്സയുടെ വൈഫിന്റെ പേര് ഹേജി എന്നാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ആള് ജെ എടുത്ത് വരികയാണ്. നീ ഇതുവരെ 1000 വാതിൽ തുറന്നേക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ എല്ലാ വാതിലും തുറന്നു നടക്കുക. എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായി നീ അല്ല ഇത് എഴുതിയേക്കുന്നതെന്ന്. ഞാൻ എന്തുകൊണ്ടാണ് നിന്റെ എഴുത്തിൽ യൂനെ കാണുന്നത്? കാരണം ഞാൻ അവളെ ഡേറ്റ് ചെയ്തോണ്ട്. അപ്പൊ ആളൊന്ന് സ്റ്റക്കായിട്ട് പറയാണ്, അതെനിക്കറിയാം, അവളെ എന്താ ക്രെഡിറ്റ് ചെയ്യാത്തേന്ന്. ഞാൻ ഡേറ്റ് ചെയ്തേക്കുന്ന എല്ലാ ആൾക്കാരുടെ നിന്നുള്ള ക്രെഡിറ്റ് ഞാൻ വായിച്ചു എഴുതണം. നിന്റെ സ്ക്രീൻ പ്ലേ വായിച്ചാൽ അറിയാം അതിൽ എന്താ ഉള്ളതെന്ന്. ഇതിന്റെ 2 ബ്ലഡ് ടൈപ്പ് പോലെ, ഒന്ന് ഷാർപ്പും സ്മാർട്ടും ആയ യൂന, ഒന്നിനും കൊള്ളാത്ത നീ. ഞാൻ ഏതാന്ന് പറക്കി എടുത്തു തരണം. ഇത്ര അടിപൊളിയായ അവളുടെ എന്നുള്ളതെല്ലാം നീ എടുത്ത് എഴുതിയിട്ട് എന്താ പറയുന്ന, അവൾക്ക് കഴിവില്ലെന്ന. ഇതിനാ നീ മാനേഴ്സ് എന്ന് പറയുന്നത്? കളയാൻ പോകുന്ന സ്ക്രീൻ പ്ലേക്ക് എടുത്ത് അവളുടെ കഴിവുകൊണ്ട് നന്നാക്കി എടുക്കുക. അതിന് അവൾക്ക് നീ ഒരു മെഡൽ കൊടുക്കണം. ഒന്ന് നിർത്താവോ ക്ലാസ്? എന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് കാണിച്ചാൽ. നിങ്ങൾ എപ്പോഴും എന്നെ ചെറുതാക്കി കാണുന്നത്. ഇപ്പോഴും തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളെക്കാട്ടിലും ചെറുതാന്ന്? നെക്സ്റ്റ് സീനിൽ യൂന ദൊങ്മാന് മെസ്സേജ് അയക്കാണ്, നീ പറഞ്ഞ എനിക്ക് മെസ്സേജ് അയക്കാന്ന്. അപ്പോ ആളുടെ വാച്ചിൽ ഗ്രീൻ കത്താണ്. താങ്ക് യു, ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് എന്റെ വാച്ചിൽ ഗ്രീൻ കത്തി. ഇപ്പൊ യൂണിയൻ വാച്ച് നോക്കിയിട്ട് പറയാണ്, ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം എന്റെ വാച്ചിൽ ഗ്രീൻ കത്തി. നെക്സ്റ്റ് സീനിൽ ദൊങ്മ നടന്നു പോവാണ്. ഗ്യോങ്സെ കണ്ടിട്ട് പോലും മൈൻഡ് ആക്കുന്ന പോലും ഇല്ല. അത് കഴിഞ്ഞ് ഗ്യോങ്സെ യങ്സോയെ വിളിക്കുകയാണ്. ആൾ ഉറക്കത്തിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ചോദിക്കുകയാണ്, എന്താ? നീ ഒന്നും മിണ്ടണ്ട, ഞാൻ പറയുന്നത് കേക്ക്. അപ്പൊ ആൾ ഓക്കെ എന്ന് പറയുമ്പോ, മിണ്ടണ്ട, ഞാൻ പറയുന്നത് കേക്ക്, നീ ഉറങ്ങിക്കോ. ഇത് ആർക്കും അറിഞ്ഞൂടാത്ത കാര്യമാണ്, ഹേജിക്ക് പോലും അറിഞ്ഞൂടാ. എന്റെ ആദ്യത്തെ ഫിലിം നിനക്ക് ഓർമ്മയുണ്ടോ? അത് ദൊങ്മാനെ കുറിച്ചുള്ളതാ. ഞാനും അവനും കോളേജിലായിരുന്നപ്പോ ഒരുമിച്ചായിരുന്നല്ലോ. ഒരു ദിവസം അവൻ ഫുള്ള് കരഞ്ഞിട്ട് വന്നു. പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിന് അവനൊരു ബോട്ടിൽ ഓപ്പണർ ആ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേന്ന്. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ അത് വേറൊരുത്തന്റെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു. അവൻ അതുകൊണ്ട് വിഷമം വന്ന് അവൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് എഴുതിയെടുക്കണമെന്നുണ്ടായിരുന്നു, കാരണം അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഉറങ്ങാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ അപ്പോഴേ അത് എഴുതിയെടുത്തു. ഞാൻ വിചാരിച്ച് അവൻ കണ്ടുപിടിക്കുമെന്ന്, പക്ഷെ അവൻ അതുപോലും ഓർമ്മയില്ല. ആദ്യ മൂവി കാണാൻ നേരത്തെ ഞാൻ വിചാരിച്ചു എന്തായാലും അവന് മനസ്സിലാവുന്നു, എന്നിട്ടും അവന് മനസ്സിലായില്ല. അതിനുശേഷം ഞാൻ അവനോട് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങി. എനിക്കല്ലെങ്കിലും എന്റെ ആദ്യത്തെ പടം നല്ലതെന്ന് പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമല്ല. അഥവാ അവൻ മൂവി ചെയ്ത് അത് ഹിറ്റായ പിന്നെ ഞാൻ ആരും അല്ലാതാവത്തില്ലേ? അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവൻ ഒരു ഡിബറ്റും ചെയ്യണ്ടെന്ന്. ഇതെല്ലാം കേട്ട് യങ്സ് പറയാണ്, അത് അവൻ നിന്റെ മുമ്പിൽ കാണിക്കാത്ത. അവൻ ആ പടം നല്ല ഇഷ്ടപ്പെട്ട് അതേപോലത്തെ ഒരു പടം അവന് മരിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് അവൻ പറയുന്നത്. നീ ഉറങ്ങുമില്ലായിരുന്നോ? നീ അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എത്ര പേര് അവന്റെ കഥ എടുത്തേക്കുന്നത്. അവന്റെ കഥ തന്നെ അവൻ എഴുതിയ അതിപ്പോ 3-4 പടമായേനെ. അവൻ അറിഞ്ഞൂടാ അവന്റെ കഥയൊക്കെ എത്ര നല്ലതാണ്. നെക്സ്റ്റ് സീനിൽ എല്ലാരും കൂടെ സംസാരിക്കുകയാണ്. ആരെങ്കിലും ദൊങ്മാന്റെ കഥ എടുക്കാത്തതായിട്ടുണ്ടോ? എല്ലാരും എടുത്തിട്ടുണ്ട്. അന്ന് അവൻ ഹോസ്പിറ്റലിൽ പോയി ഛർദ്ദിച്ച് ആ ചില്ലറ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ, അതൊക്കെ എല്ലാരും എഴുതാൻ വിചാരിച്ചാണ്. പിന്നെ നിന്റെ നാഷണൽ സ്ട്രെസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അത് ദൊങ്മാനില്ലാതെ നിനക്ക് തീർക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇനി മുതൽ ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവന്റെ സ്റ്റോറീസ് ഇനി എന്റെ അനുവാദം ഇല്ലാതെ ആരും എടുത്തു പോകരുത്. ഫ്രണ്ട് പറയാണ്, ഇങ്ങനെയല്ലൊരു സീൻ എൻഡ് ചെയ്യുന്ന യോങ്സേ. നിനക്കറിയാലോ എന്റെ എൻഡിങ്സ് ഒന്നും നല്ലതല്ലെന്ന്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ദൊങ്മാൻ ഇനി എന്റെ. നീ എന്താ ഒന്നും പറയാത്ത? എനിക്കറിയാം നിനക്ക് എന്തെങ്കിലും പറയാൻ കാണുമെന്ന് എന്ന് ഗ്യോങ്സെ യൂനെ അടുത്ത് ചോദിക്കുകയാണ്. യൂനെ പറയാണ്, എനിക്ക് താല്പര്യമില്ല ദൊങ്മാൻ 8th ക്ലബിൽ ചേരുന്നത്. എന്താ, നിനക്ക് അവനെ വേണോ? എനിക്ക് അവനെ വേണം. എന്നിട്ട് അവന് ഡിസേർവ് ചെയ്യുന്ന എല്ലാം എനിക്ക് അവന് കൊടുക്കണം. അങ്ങനെയെങ്കിലും അവനെ അറിയാൻ പറ്റുമല്ലോ അവൻ എന്ത് ബ്രില്യൻ്റ് ആണ്. ഇതായിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ഹേജി വിളിച്ച് ദൊങ്മാനോട് പറയാണ്, നിനക്കൊരു പെണ്ണ് കിട്ടിയിട്ട് എന്റെ അടുത്ത് പറയാത്തെന്താ? ഞാൻ പറഞ്ഞില്ലേ പെണ്ണ് കിട്ടിയത് ഞാൻ മാറ്റിവന്നു. അതൊരു 1 സൈഡഡ് ക്രഷാ, വേണ്ടാത്തൊന്നും പറയല്ലേ. യൂനോ എല്ലാം കണ്ടുപിടിച്ച അത് 1 സൈഡഡ് ഒന്നും അല്ല. അവള് നിന്റെ സൈഡ് പിടിച്ച് സംസാരിക്കും ഇവിടെ എല്ലാവരുടെ മുമ്പിൽ. അങ്ങനെ ആള് അത് ഇളക്കി മാറ്റാണ്. ദൊങ്മാൻ ഇത് എന്താ കേട്ടേന്ന് വിശ്വസിക്കാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ അവളുടെ മോളുടെ കല്യാണമാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ അനൗൺസ് ചെയ്യാണ്, അടുത്ത ഗസ്റ്റ് സിംഗറിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. അങ്ങനെ അങ്ങോട്ട് നടന്നു വരികയാണ് നമ്മുടെ മിറാൻ. അവിടെ പാട്ടും പാടിക്കൊണ്ട് വരികയാണ്. എന്റെ കൈ ശരിയാക്കി തന്നതിന് ദൊങ്മാൻ ഒരുപാട് നന്ദി. പിന്നെ നിന്റെ സ്ക്രീൻ പ്ലേ വായിക്കാൻ ആദ്യം തന്നെ ഞാൻ കാണുവേ. അങ്ങനെ ആള് പാട്ട് പാടാണ്. എന്നിട്ട് നമ്മൾ ദൊങ്മാനെ കാണിച്ചൊരു സീൻ കാണിക്കുകയാണ്. ആള് യൂനയോട് പറയാണ്, എനിക്ക് ഒരു മൂവിയെങ്കിലും ചെയ്താൽ മതി, എന്നെ കൊണ്ട് ഈ കഴിവില്ലാന്ന് തോന്നിക്കുന്നത് ഒന്ന് ചെറുതായിട്ടെങ്കിലും മാറിക്കിട്ടാൻ. അതോടെ എപ്പിസോഡ് 5 തീരാണ്. അടുത്ത എപ്പിസോഡായി അടുത്ത വീഡിയോ കാണാം. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഗൈസ്.